പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജനുവരി മാസം 26 ആമേൻ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് നമുക്കൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാലോ? കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം, ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിനായിട്ട് സ്തോത്രം, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങളെ ജയത്തോടെ നടത്തിയതിന് സ്തോത്രം, അങ്ങ് അത്ഭുതങ്ങളിലൂടെ ഞങ്ങളെ നടത്തിയതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ അങ്ങ് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. യഹോവ ആമേൻ, ഇമ്മാനുവേൽ ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം സ്തോത്രം. ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 71 സങ്കീർത്തനം 14 വാക്യം. ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ വായ ഇടപെടാതെ കർത്താവിൻ്റെ നീതിയെയും രക്ഷയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമുക്ക് ലഭിച്ച ഈ നല്ല സമയത്ത് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവെ, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണം. രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് എല്ലാ രോഗത്തിനും പറ്റിയ വൈദ്യനാകിയാൽ സ്തോത്രം. അങ്ങ് സൗഖ്യം നൽകുന്നവനാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുപോകട്ടെ. പ്രത്യേകിച്ച് ക്യാൻസർ ബാധിതരായി, ആമേൻ, ശാരീരികമായി ക്ഷീണിതരായി, ആമേൻ, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ, സമാധാനം വ്യാപരിക്കട്ടെ, പ്രത്യാശ വ്യാപരിക്കട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ മക്കൾ കാണുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ തന്നെ കർത്താവെ, ഈ പ്രഭാതി കേൾവിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കേൾവി മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾവി മടങ്ങി വരട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ കേൾവി മടങ്ങി വരട്ടെ. സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കുവാൻ, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവെ, ശാരീരികമായ മാത്രമല്ലല്ലോ, സാമ്പത്തിക ആവശ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ, ആമേൻ, ഫൈനാൻഷ്യൽ ഏരിയകളിൽ ഇന്ന് പകൽക്കാലം വേഗത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകൽക്കാലം അത്ഭുതകരമായ ചില സാമ്പത്തിക വാതിലുകളെ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കണം, വഴി തുറന്നു കൊടുക്കണം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. പുതുവാതിലുകളെ തുറന്ന് ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, മറ്റെല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയും അങ്ങയുടെ സമാധാനവും അനുഭവിപ്പാൻ എല്ലാവർക്കും കർത്താവ് ഇടവരുത്തണം. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകവ്യാപകമായൊരു ഉണർവിന് ഈ അന്ത്യകാലത്ത് കർത്താവ് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം. അസാധാരണമായ ആത്മീക അനുഭവങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ അസാധാരണമായ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സദൃശ്യവാക്യം 22-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. അപ്പം പരിശുദ്ധാത്മാവിടെ നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത്, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷൻ അല്ലെങ്കിൽ ഉത്സാഹികൾ, ഉത്സാഹമുള്ളവൻ, ചെയ്യാൻ സാമർഥ്യമുള്ളവൻ, അവനാണ് കർത്താവ് എപ്പോഴും അനുഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ഏത് കാര്യത്തിലും ഉത്സാഹികളായിരിക്കണം. കർത്താവ് ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ തളർന്ന് പോകണമെന്നല്ല. എങ്ങനെ ചെയ്യണം? നമ്മൾ ഉത്സാഹികളായിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് വലിയ ഉത്സാഹം, പ്രത്യേകമായ കഴിവുകളെ കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത് വളരെ ആവശ്യമാണ്. ഉത്സാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു വലിയ സമ്പത്താണ് ഉത്സാഹമെന്ന് പറയുന്നത്. ഉത്സാഹമില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മൾ കേട്ടായിരുന്നല്ലോ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടു. എന്തായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം ചെയ്യുവിൻ, ഹൃദയത്തിൽ നിന്ന് ചെയ്യുവിൻ, ഉത്സാഹത്തോടെ ചെയ്യുവിൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. എന്താണ്? ഉത്സാഹികളായിരിക്കണം. യേശു ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യാനുള്ളവന്. അതെനിക്ക് ചെയ്തേ മതിയാകുകയുള്ളൂ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്ത്? യേശു ഭൂമിയിലായിരിക്കുമ്പോൾ യേശു വളരെ ബോധ്യത്തോടു കൂടിയാണ് നിന്നത്, വളരെ ഫോക്കസ്ഡായിട്ടാണ് നിന്നത്, കമ്മിറ്റഡായിട്ട് സമർപ്പണ മനോഭാവത്തോടുകൂടെ പിതാവ് തന്നെ എന്ത് ഏൽപ്പിച്ചിരിക്കുന്നോ അത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു യേശു ഈ ഭൂമിയിലായിരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്കും ഉത്സാഹികളായിരിക്കണം. യേശുവിനെ ഒന്ന് നോക്കുകയും, യേശു ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അവൻ ഉത്സാഹമുണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്ത് ചെയ്തു? അധികാലത്ത് എഴുന്നേൽക്കുന്നു പ്രാർത്ഥിക്കുവാൻ. 1:38 പറയുമ്പോൾ പട്ടണങ്ങൾ തോറും അവൻ സഞ്ചരിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. സോ യേശു എന്ത് ചെയ്തു? തൻ്റെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യത്തെ ഏറ്റവും മനോഹരമായി ചെയ്ത് യേശു എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്ത് പൂർത്തീകരിച്ചു. ഏറ്റവും മനോഹരമായി ചെയ്ത് യേശു പൂർത്തീകരിച്ചു. ഇന്ന് പ്രഭാതത്തിൽ നമ്മളെയും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. കർത്താവ് ഏൽപ്പിച്ച വേല ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. കർത്താവ് ഏൽപ്പിച്ച ജോലി എന്ന് പറയുന്നത് സുവിശേഷ വേല മാത്രമല്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഉത്സാഹികളായിരിക്കണം. ജോലി ചെയ്യുന്നവർ ജോലിയിൽ ഉത്സാഹികളായിരിക്കണം. എന്ത് ജോലിയാണോ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഈ ചിലർക്ക് 2 ദിവസം ഭയങ്കര ഉത്സാഹമായിരിക്കും, പിന്നെ ഉത്സാഹം കാണുന്നില്ല. പിന്നെ ആരെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ എവിടെയെങ്കിലും വായിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഉത്സാഹം വരുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും, നമുക്ക് ഉയർച്ചയുണ്ടാകും, നമുക്ക് സന്തോഷവും അതിന് നമുക്കും സമാധാനം ഉണ്ടാകും. തക്ക സമയത്ത് എന്തു ചെയ്യും? അതിൻ്റെ പ്രതിഫലം ദൈവം തരും. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, ദൈവം അനീതിയുള്ളവനല്ല. നമ്മുടെ പ്രവൃത്തി കണ്ട് പ്രതിഫലം തരുന്ന ദൈവമാണ്. നമ്മുടെ പ്രവൃത്തി കണ്ട് പ്രതിഫലം തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവം അനീതിയുള്ളവനല്ല. കർത്താവ് നമ്മുടെ പ്രവൃത്തി കണ്ട് നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹികളായിരിക്കണം. വീട്ടുജോലിക്ക് ഉത്സാഹം വേണം, പഠിക്കുന്ന കാര്യത്തിൽ ഉത്സാഹം വേണം, ചർച്ചിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉത്സാഹം വേണം. ജോലി സ്ഥലത്ത് ഉത്സാഹം. ഇപ്പം നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ മാനേജർമാർ നമ്മളെ ശ്രദ്ധിക്കും, നമ്മുടെ അധികാരികൾ നമ്മളെ ശ്രദ്ധിക്കും. നമ്മളിങ്ങനെ ഉദാസീനതരായി ഒരു ഉന്മേഷവും ഇല്ലാതെ ചെയ്യുന്ന കാണുമ്പോൾ അവിടെ ആരെയെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം പിരിച്ചുവിടുന്ന ആരെയാണ്? ഉത്സാഹമില്ലാത്തവനെ, ഉദാസീനരായി നടക്കുന്നവരെയാണ് പിരിച്ചുവിടുന്നത്. പക്ഷേ നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ ഈ ദിവസങ്ങളിൽ എന്തായിരിക്കണം? ഉത്സാഹികളായിരിക്കണം, ഉന്മേഷത്തോടെ ജോലി ചെയ്യുന്നവരായിരിക്കണം. എന്ത് കാര്യമാണോ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ജോലിയിൽ ജോലി. കുടുംബജീവിതത്തിൽ എന്താണോ വിദ്യാഭ്യാസമെങ്കിൽ വിദ്യാഭ്യാസം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ ചെയ്യണം. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയാം, കർത്താവ് എനിക്ക് ഉത്സാഹം തരണം. ഉത്സാഹികളെ കർത്താവ് അനുഗ്രഹിക്കും. ഉത്സാഹികളുടെ കൈ സമ്പത്തുണ്ടാക്കും.
യേശു ഉത്സാഹിയായിരുന്നു, പൗലോസ് ഉത്സാഹിയായിരുന്നു, പത്രോസ് ഉത്സാഹിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാനും ഉത്സാഹിയാകണം കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാട്ടെ, യേശു ഉത്സാഹിയായിരുന്നു, അവൻ പൗലോസ് ഉത്സാഹിയായിരുന്നു, പത്രോസ് അപ്പോസ്തലൻ ഉത്സാഹിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാനും ഉത്സാഹിയായിരിക്കും. എന്നെ കർത്താവ് എന്ത് ഏൽപ്പിച്ചിരിക്കുന്നു അത് ഞാൻ ഉത്സാഹത്തോടെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരുടെ മേലും ആ ഉത്സാഹത്തിൻ്റെ ഒരു നിറവ് പകർന്നു കൊടുക്കണം. ആ പരിശുദ്ധാത്മാവെ അവരുടെ വേഗത കൂട്ടിക്കൊടുക്കണം. ഉത്സാഹികളായി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൈ ഉയർത്തി പറയാം, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കണ്ട എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് highly favored. God bless you, God bless you, God bless you.